നെക്സ്റ്റ് രക്തം കട്ടപിടിക്കൽ. രക്തം കട്ടപിടിക്കുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കലും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കുന്നതിനിടയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. രക്തം കട്ടപിടിക്കുമ്പോഴുള്ള മാറ്റം, മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. മുറിവേറ്റ ഭാഗത്തുള്ള കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നിയാണ് ഉണ്ടാകുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ കാൽഷ്യം അയോണിന്റെയും അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെയും സാന്നിധ്യത്തിൽ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. പ്ലാസ്മയിലെ ത്രോംബിനെയാണ് ത്രോംബിനാക്കുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എങ്ങനെയാണ് വന്നത്? മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ കാൽഷ്യം അയോണിന്റെയും വൈറ്റമിൻ കെയുടെയും ഹെൽപ്പോടുകൂടെയാണ്, അതിന്റെ സാന്നിധ്യത്തിലാണ് പ്ലാസ്മയിലെ പ്രോത്രോംബിന് ത്രോംബിനായിട്ട് മാറുന്നത്. ത്രോംബിൻ പ്ലാസ്മയിലെ ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. നാരുകൾ ചേർന്നിട്ട് രൂപപ്പെട്ട വലക്കണ്ണികൾ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ട ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു രക്തം കട്ടപിടിക്കൽ എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഘട്ടങ്ങളാണ് ഓരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത്. രക്തം നഷ്ടപ്പെടാതിരിക്കാനും മുറിവിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയാനും രക്തം കട്ടപിടിക്കൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം APTT. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റാണ് APTT എന്ന് പറയുന്ന ആപ്റ്റ് എന്ന് പറയാം. ഈ ആപ്റ്റ് ടെസ്റ്റ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റ് ടൈമാണ്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ രക്തം നിലയ്ക്കാത്ത ഒരു രക്തപ്രവാഹം ഉണ്ടാവുമല്ലോ, രക്തസ്രാവം ഉണ്ടാവുമല്ലോ, അത് സംഭവിക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രക്ത സാമ്പിളിൽ പ്രത്യേക റിയേജന്റ് ചേർക്കുമ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ടപിടിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയുന്നു. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണ സ്ഥിതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. മുറിവ് ഉണങ്ങൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞു, അതുപോലെ വീങ്ങൽ പ്രതികരണമുണ്ട്, രക്തം കട്ടപിടിക്കൽ, ഇങ്ങനെയുള്ളത് കഴിഞ്ഞു, അതും കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടമാണ് മുറിവുണങ്ങൽ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുന്ന സമയത്ത് ചില കലകളൊക്കെ നശിച്ചു പോയാൽ അതിന് പകരം അതേ കലകൾ അവിടെ ഫോം ചെയ്യും. അങ്ങനെ അതേ കലകൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുറിവടയാളം ഉണ്ടാവില്ല. ഇനി ചില കേസിൽ നമുക്ക് മുറിവടയാളം ഉണ്ടാകും. ആ മുറിവടയാളം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അവിടെ ഇപ്പം അതേപോലെയുള്ള കലകൾ ഇപ്പം നമുക്ക് പകരം ഉണ്ടായിട്ടില്ലെങ്കിൽ യോജക കലകളാണ് മുറിവുണക്കുന്നതെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമുക്ക് അടയാളം ഉണ്ടാകും. ഇപ്പം മുറിവിലൂടെയുള്ള അണുബാധ മുറിവുണങ്ങൽ സാവധാനത്തിലാക്കുകയും ചെയ്യുന്നു. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ വേഗത്തിലാക്കി രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നുണ്ട്. അടുത്തത് പനി ഒരു പ്രതിരോധ പ്രവർത്തനം. അപ്പോൾ പനി എന്ന് പറയുന്നത് ശരിക്കൊരു രോഗമാണോ? ഇനി നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് പനി എന്ന ആ ഒരു അവസ്ഥ വരുന്നത്? നമുക്കുണ്ടാവുന്ന നോർമൽ താപനില, നമ്മുടെ ബോഡിയിലെ ശരീരത്തിന്റെ സാധാരണ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ശരീര താപനില എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നിലയിലും ഈ താപനില ഉയരുന്ന അവസ്ഥ, അതായത് നോർമൽ ടെമ്പറേച്ചർ 37 സെൽഷ്യസിനേക്കാൾ ഉയരുക, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീരത്തിന്റെ താപനില ഉയരാൻ കാരണമാകുന്നു. അപ്പോൾ ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തു ശരീരത്തിന്റെ താപനില ഉയരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടുകയും ചെയ്യുന്നു. നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്.
37°C അല്ലെങ്കിൽ എന്ത് പറയാം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരീര താപനില ഉയരാനുള്ള കാരണം എന്താണ്? ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ താപനില ഉയരാൻ കാരണമാക്കും. ഇപ്പൊ ശരീര താപനില ഉയരുന്നതിന്റെ നേട്ടമുണ്ടോ? അതെന്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന നേട്ടം? താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കും. ആ ഒരു പ്രതിരോധ പ്രവർത്തനത്തിനാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. അപ്പൊ പനി കൂടിയാൽ എത്രയും വേഗം നമ്മൾ വൈദ്യസഹായം തേടേണ്ടതുമാണ്. കാരണം എന്തുകൊണ്ടാണ്? താപനില ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കും. അപ്പൊ അതുകൊണ്ട് പനി കൂടിയാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. രോഗാണുപ്രവേശനം തടയാനും അവ നശിപ്പിക്കാനും നമ്മൾ വൈദ്യസഹായം തേടണം അല്ലേ? ഇപ്പൊ രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുകൾക്കെതിരെയും ഒരേ രീതിയിലൊരു പ്രതിരോധം തീർക്കുന്ന പൊതുവായ പ്രതിരോധം, നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയാം. പൊതുവായിട്ട് എല്ലാ രോഗാണുവിനും ഒരേ ഒരു പ്രതിരോധം ചെയ്താൽ അതെന്താണ്? പൊതുവായ പ്രതിരോധം എന്ന് പറയും. പിന്നെ വരുന്നത് നമുക്ക് ഓരോന്നിനെ പ്രത്യേകം ഏതാണ് രോഗകാരി എന്ന് പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉള്ള ലിംഫോസൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ശരീരത്തിലെത്തുന്ന രോഗകാരികൾ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജൻ എന്നാണ് പറയുന്നത്. ആന്റിജനുകൾ എന്ന് പറയും. അപ്പോൾ ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന സംവിധാനമാണ് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. ഏത് ആന്റിജൻ ആണോ അതിനും തന്നെ ഫോക്കസ് ചെയ്ത് നശിപ്പിക്കുന്ന രീതിയാണ് സ്പെസിഫിക് ഡിഫൻസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ലിംഫോസൈറ്റ് ആണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകമായിട്ട് ആ ഒരു നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ്. അപ്പൊ ഈ ലിംഫോസൈറ്റ് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് ബി ലിംഫോസൈറ്റ് ആണ്. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഉണ്ട്. ഈ ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്ന എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് പാകപ്പെടുന്നത്. എന്നാൽ ടി ലിംഫോസൈറ്റ് തൈമസിലാണ് പാകപ്പെടുന്നത്. ടി ലിംഫോസൈറ്റ് തൈമസിലാണ് ഉണ്ടാകുന്നത്. തൈമസ് ഗ്രന്ഥിയിലാണ് ടി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിലാണ്. ഈ ബി ലിംഫോസൈറ്റ് ചെയ്യുന്നത് ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ അവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ പ്രോട്ടീനെയാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. ചില ആന്റിജൻ, അപ്പൊ ആന്റിബോഡി സെക്രീറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ആന്റിജൻ അനുസരിച്ചുള്ള ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ്. ഈ ബി ലിംഫോസൈറ്റ് മൂന്ന് രീതിയിൽ മൂന്ന് രീതിയിലാണ് ഈ ആന്റിബോഡി എന്ത് ചെയ്യുന്ന രോഗാണുവിനെ നശിപ്പിക്കുന്നത്. മൂന്ന് രീതിയിലാണ്. ഒന്നാമത്തത് ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ചിട്ടാണ് നശിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ രണ്ടാമത്തെ രീതി വിഷാംശത്തെ നിർവീര്യമാക്കുക. ഏതാണ് വിഷാംശം? അതിനെ നിർവീര്യമാക്കി കളയും. മൂന്നാമത്തെ രീതിയാണ് മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുവിനെ നശിപ്പിക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗാണുവിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ബി ലിംഫോസൈറ്റ് ചെയ്യുന്നത്. അടുത്തത് ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് രോഗാണുവിനെ നശിപ്പിക്കുന്നത്? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശത്തിനെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പൊ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ടി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ്. ചാർട്ട് തന്നിട്ടുണ്ട്, രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളും. അപ്പൊ ഈ രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് ശരീരോഷ്മാവ് ഉയർത്തൽ, അതുപോലെ തന്നെ ആന്റിബോഡികളുടെ ഉൽപാദനമുണ്ട്. അടുത്തത് രോഗകാരികളെ എങ്ങനെയാണ്? ഇപ്പൊ ശ്വേതരക്താണുവൊക്കെ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പൊ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ മുറിവുണങ്ങൽ ചെയ്യുന്നുണ്ട്. പിന്നെ രക്തം കട്ടപിടിക്കൽ എന്നതാണ് വീങ്ങൽ പ്രതികരണം. ഇങ്ങനെയൊക്കെയാണ് രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളും വരുന്നത്.
ഇവിടെ ഗ്ലോബുലിൻ, ഈ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു വൈ ഷേപ്പിലുള്ളതാണ് ഗ്ലോബുലിൻ. ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം, ഇവിടെ ആന്റിജൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റിജൻ കൂടിച്ചേരുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് അല്ലെ. ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡി ഗ്ലോബുലിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതാണ് ഈ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികളെയാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബുലിൻ പല രീതിയിലുള്ള പേരുകൾ ഇതാണ്. IG എന്ന് പറഞ്ഞ ഗ്ലോബുലിൻ എ എന്നാണ്. അപ്പൊ IgA, IgD, EGM, ADEGM ഇങ്ങനെ 5 ടൈപ്പിലാണ് ഈ ഗ്ലോബുലിൻ ഉള്ളത്. ഇതൊക്കെ ബി ലിംഫോസൈറ്റിൽ പെടുന്നതാണ്. നമ്മുടെ ബോഡിയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ലിംഫ് വാഹിയുണ്ട്, സ്പ്ലീൻ ഉണ്ട്, ലിംഫ് നോഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ലിംഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നതുമായ ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ രക്തത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ലിംഫ്. ഇത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ രക്തത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. അപ്പൊ ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ ഉണ്ട്. അപ്പൊ ഈ രോഗകാരികൾ ബാക്ടീരിയകളെ ലിംഫ് നോഡിലും സ്പ്ലീനിലും വെച്ചിട്ടാണ് നശിപ്പിക്കുന്നത്. വെച്ചിട്ടാണ് ഇവ നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത്. ഈ കൃത്രിമമായിട്ടും രോഗപ്രതിരോധ ശേഷി നേടാൻ കഴിയുമോ? കൃത്രിമമായിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ കഴിയും അല്ലെ? എങ്ങനെയാണ്? രോഗാണുക്കളെ തടയാൻ ശരീരത്തിൽ തന്നെ പ്രതിരോധ സംവിധാനം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ഒരു സംശയമാണ്. ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പ്രതിരോധവൽക്കരണം? കൃത്രിമമായ പ്രതിരോധവൽക്കരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ എന്ന വേർഡ് വന്നത് എവിടുന്നാണ്? ഈ എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിൻ കണ്ടെത്തിയത്. ഇദ്ദേഹം ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് കണ്ടെത്തി. ഗോവസൂരി വന്നവർക്ക് വസൂരി രോഗം വരുന്നില്ല എന്ന് കണ്ടെത്തിയ ആളാണ്. അപ്പൊ ഇദ്ദേഹം 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പെടുത്ത് കുത്തിവെച്ചു. ആ കുട്ടിക്ക് തന്നെ ഗോവസൂരി രോഗം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഈ രോഗം ഭേദമായ ശേഷം 2 മാസത്തിന് ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് പിന്നീട് വസൂരി രോഗം വന്നില്ല. അപ്പൊ അദ്ദേഹം ഇതിനൊരു കണ്ടെത്തലായിരുന്നു അത്. ഗോവസൂരിയിൽ നിന്ന് ഗോവസൂരി വന്നവർക്ക് വസൂരി രോഗം വരുന്നില്ല. അപ്പൊ ഇവിടെ ഇദ്ദേഹം ചെയ്ത ഈ പ്രയോഗത്തിനെയാണ് നമ്മൾ വാക്ക എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വന്ന വാക്സിനേഷൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ. അപ്പൊ എന്താണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പ്? കൃത്രിമമായിട്ടുള്ള ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മുടെ ബോഡിയിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം സംഭവിച്ചാൽ രോഗാണുക്കൾ പെരുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രോഗാണുവിന്റെ ഈ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള ഒരു കൃത്രിമമായ മാർഗമാണ് പ്രതിരോധവൽക്കരണം. അപ്പോൾ ഒന്ന് വരുന്നതിന് ഒരു രോഗകാരി നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുൻകൂട്ടി നമ്മളൊരു പ്രതിരോധത്തിന് റെഡി ആവുന്ന ഒരു അവസ്ഥയാണ്, അതിനുവേണ്ടി നമ്മൾ ബോഡിയെ റെഡിയാക്കുന്ന ഒരു അവസ്ഥയാണ് പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളുടെ കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കും ഓരോ വാക്സിനുകളിലെയും ഘടകങ്ങൾ. അപ്പൊ ഇവ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ഇത് നമ്മൾ ഇങ്ങനെ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കുന്ന ആന്റിജനായിട്ട് അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെ ആന്റിജനായി പ്രവർത്തിക്കുമ്പോൾ ഇവയ്ക്കെതിരെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ആന്റിജനെതിരെ ആന്റിബോഡി നിർമ്മിക്കും. അങ്ങനെ ഈ ആന്റിബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആന്റിബോഡി അവിടെ സ്വാഭാവികമായിട്ട് നിലനിൽക്കുകയും ആന്റിജൻ
ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ആന്റിബോഡി നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ആന്റിജൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആന്റിബോഡി നിലനിൽക്കുകയും ചെയ്യും. ഈ ആന്റിബോഡി നിലനിൽക്കുമ്പോൾ ആ രോഗത്തിന് കാരണമായ രോഗാണുവിൽ നിന്ന് നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുന്നു. ഇതാണ് വാക്സിനേഷന്റെ പ്രാധാന്യം. എന്താണ് വാക്സിനേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? വാക്സിൻ ഘടകങ്ങളെ, ഈ വാക്സിൻ ഘടകം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതോ അമൃതമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളും നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളും രോഗകാരികളുടെ കോശഭാഗങ്ങളൊക്കെയാണ് വാക്സിനുകളിലെ ഘടകങ്ങൾ. ഈ വാക്സിൻ ഘടകങ്ങൾ ആന്റിജനുമായി ശരീരം കണക്കാക്കിയിട്ട് അവയ്ക്കെതിരെ ആന്റിബോഡി രൂപപ്പെടുന്നു. ഈ വാക്സിൻ ഘടകങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡി നിലനിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത് വാക്സിനേഷന്റെ പ്രാധാന്യമാണ്. BCG വാക്സിൻ എന്ന് പറയുമ്പോൾ ക്ഷയരോഗത്തിനുള്ളതാണ്. ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് BCG. OPV പോളിയോമൈലിറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിനുള്ളതാണ്. പെൻറ്റാവാലന്റ് 5 എണ്ണമാണ് വരുന്നത് പെൻറ്റാവാലന്റില്. പെട്രോസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫീലിസ്, ഇൻഫ്ലുവൻസ ബി. വരുന്ന MMR ആണ്. MMR മംസിനാണ്. മംസ്, മുണ്ടിനീര്. MMR മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് അതിന് വരുന്നതാണ്. പിന്നെ TT എന്ന് പറയുന്നത് ടെറ്റനസിനെതിരെ വരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി മുൻകൂറായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിനേഷനാണ് ഇതൊക്കെ. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചികിത്സാ രീതി അവലംബിക്കുന്നത്? ആയുർവേദം, സിദ്ധവൈദ്യം, യുനാനി, പ്രകൃതി ചികിത്സ, ഹോമിയോപ്പതി, അലോപ്പതി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്തമായ ചികിത്സാ രീതി ആയുർവേദമാണ്. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടിയും കാര്യക്ഷമതയോടുകൂടിയും നിലനിർത്തണമെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട് ആയുർവേദം ഇത്ര ഇതായതെന്ന് വെച്ചാൽ വരുന്ന ഈ ഔഷധങ്ങൾ, ആയുർവേദ സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്.